അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച്. പിന്നെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു. എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ട്രെയിനിൽ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പൊ സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. അപ്പൊ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലോണം സൗണ്ട്, റെയിൽവേയിൽ മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആള് ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ തട്ടി വീടിന് സ്റ്റേഷന് പുറത്തേക്ക് പോയി. ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിൽക്കാമായിരുന്നു. റെയിൽവേന്റെ പുറത്തേക്ക് പോയപ്പോ നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് ആളെ ഒന്ന് പിടിച്ചങ്ങ് നിർത്തുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര നല്ല പോലീസുകാരായിരുന്നു. ലൈക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞത്. ആള് ഞാനല്ല. പിന്നെ ആള് പറയാൻ തുടങ്ങി, ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കളറിഞ്ഞ ഇത് ഭയങ്കര സഹിക്കൂല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് പ്ലീസ് ഇടോ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് ആളോട് പറഞ്ഞു, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കുക? ഞാൻ അത്രയ്ക്ക് ശിക്ഷ കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഞാൻ ഇന്ന് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ കുറ്റബോധം എനിക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം ഞാൻ ഒരാള് മിണ്ടാതിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരാള് രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. Don't forget to subscribe and follow us.